Welcome to another class of accountancy. In the last class, we have discussed about the meaning of accounting, definition, accounting process, the functions, objectives, who are the interested users, which are the qualitative characteristics, and so on. Today we are going to study the first topic is which are the characteristics of accounting. So we already studied the definition, isn't it? What is that? According to AICPA, accounting is the art of recording, classifying and summarizing in a significant manner which are in part at least of a financial character and interpreting the results thereof. So from that we can understand which are the characteristics or which are the features or which are the nature of accounting. So what is the first sentence? Accounting is the art of recording. So the first characteristic is it is an art. Okay. അതായത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് അറിയാം അല്ലേ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. റെക്കോർഡ് ചെയ്യുന്ന ഒരു ആർട്ടിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? എന്താണ്? ഒരു ആർട്ടാണ്, ഒരു കലയാണ്. ഇനി എന്താണത്? ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ്. അതായത് ബുക്സിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു ആർട്ടിനെയാണ് എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്കായി നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ്. ബുക്സിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു ആർട്ടിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഇറ്റ് ഈസ് എ സയൻസ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. കാരണം എന്താ? ഒരുപാട് പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും കൺസെപ്റ്റ്സും ഒക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബുക്സിനെയാണ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ സയൻസ്. അതെന്താണ്? ഒരു സയൻസ് ആണ്. പിന്നെന്താ? ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. നമ്മൾ പറഞ്ഞു മണി ടേംസിൽ അല്ലെങ്കിൽ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യുള്ളൂ? പ്രിപ്പയർ ചെയ്യുകയുള്ളൂ. അടുത്തെന്താണ്? ഇറ്റ് ക്ലാസിഫൈസ് ദ റെക്കോർഡഡ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് മാനർ. ഒരു പ്രത്യേക അതായത് റൂൾസ് പാലിച്ചുകൊണ്ട് കൺവെൻഷൻസ് പാലിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയറിലുള്ള ആ ഒരു പ്രിപ്പറേഷനാണ് എന്ത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ഇറ്റ് സമ്മറൈസസ് ദ ക്ലാസിഫൈഡ് ഡാറ്റ. ക്ലാസിഫൈഡ് ഡാറ്റയെ സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രൊസീജിയർ. ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയറോഫ് എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ സമ്മറൈസ്ഡ് ഡാറ്റ. ആ ഒരു സമ്മറൈസ്ഡ് ഡാറ്റയെ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ ഡെഫിനേഷനിൽ നിന്ന് തന്നെ നമുക്കറിയാം ഫസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് എൻ ആർട്ട് ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് വിൽ ബി ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ആൻഡ് നെക്സ്റ്റ് ഇസ് ഇറ്റ് ഈസ് എ സയൻസ് ആൻഡ് ഇറ്റ് റെക്കോർഡ്സ് എങ്ങനെയാണ്? ഫിനാൻഷ്യൽ ടേംസിലുള്ള ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഇൻ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? അത് ക്ലാസിഫൈ ചെയ്യുക. ആ റെക്കോർഡ് ചെയ്ത ഡാറ്റയെ അതിൻ്റെ സിമിലർ നേച്ചറിനനുസരിച്ച് ഡിഫറെൻ്റ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? അതൊരു സമ്മറൈസ്ഡ് ഫോമിലേക്കാക്കി മാറ്റും. സമ്മറൈസ് ചെയ്യും, അത് കഴിഞ്ഞ് അനലൈസ് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യും. ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി നെക്സ്റ്റ് ആണ് 3 ടേംസ്, അതായത് ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ് ആൻഡ് അക്കൗണ്ടൻസി. ഈ 3 ടേംസ് എന്താണ്? അതായത് കേൾക്കുമ്പോൾ സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും these 3 are different in nature. So what is bookkeeping, what is accounting and what is accountancy? First, what is bookkeeping? ആ പേര് പോലെ തന്നെ ബുക്കിൽ കീപ്പ് ചെയ്യുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് ends where accounting starts. Bookkeeping is the work of a bookkeeper who records the day-to-day financial transactions of a business. ഒരു ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഡെയിലി നടക്കും. ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ഒരു ബുക്കിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താ? ബുക്ക് കീപ്പിംഗ് ഈസ് ദ വർക്ക് ഓഫ് എ ബുക്ക് കീപ്പർ. അത് ചെയ്യുന്ന ആ ഒരു വ്യക്തിയെ പറയുന്ന പേരാണ് ബുക്ക് കീപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബുക്ക് കീപ്പർ ചെയ്യുന്ന വർക്ക്.
who records the day-to-day financial transactions of a business concern. ഒരു ബിസിനസ്സിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒരു ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു ബുക്ക് കീപ്പറുടെ വർക്കിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, so what is bookkeeping? Bookkeeping is the work which is done by a bookkeeper who records the day-to-day financial transactions of a business. Okay, it means recording of the financial data in a significant and orderly manner. In a definition നോക്കുകയാണെങ്കിൽ, as defined by Carter, bookkeeping is the science and art of correctly recording in the books of accounts all those business transactions, the transfer of money or money's worth. അതായത് ഒരു മണി ഓർ മണീസ് വർത്ത്, പണം അല്ലെങ്കിൽ പണത്തിന് മൂല്യമായിട്ടുള്ള എന്തെങ്കിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ബുക്ക് കീപ്പിംഗ്? അക്കോർഡിംഗ് ടു കാർട്ടർ, ബുക്ക് കീപ്പിംഗ് ഇറ്റ് ഈസ് എ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് കറക്റ്റ്ലി റെക്കോർഡിംഗ് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. ഇനി എന്താ പറയുന്നത്? എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്? ഓൾ ദോസ് ബിസിനസ് ട്രാൻസാക്ഷൻസ്, ബിസിനസ്സിൽ ഉണ്ടാവുന്ന എല്ലാ ട്രാൻസാക്ഷൻസുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഈ ട്രാൻസാക്ഷൻസ് തന്നെ എങ്ങനെയാണ്? ദാറ്റ് റിസൾട്ട് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് മണി ഓർ മണീസ് വർത്ത്. അതായത് പണമോ പണത്തിന് മൂല്യമുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻസോ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അതിൽ വരുന്ന എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? ബിസിനസ്സിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഒരു ബുക്ക് കീപ്പർ ആദ്യം എന്ത് ചെയ്യും? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും. ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത് സാധാരണ ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യും? വൗച്ചർ പ്രിപ്പയർ ചെയ്യും. അതായത് ബില്ലൊക്കെ പോലെ ഒരു വൗച്ചർ പ്രിപ്പയർ ചെയ്യും. ആ വൗച്ചർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ജേണൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ജേണൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? പോസ്റ്റിംഗ് അല്ലേ? അതായത് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യും. നെക്സ്റ്റ് പ്രോസസ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞത്. ബുക്ക് കീപ്പിംഗ് എൻഡ്സ് വേർ അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ്. അതായത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് വരെ ബുക്ക് കീപ്പറുടെ ജോലി കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അക്കൗണ്ടൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് എവിടെ എൻഡ് ചെയ്തോ അവിടെ നിന്നും അക്കൗണ്ടിങ് തുടങ്ങുന്നു. ഓക്കെ, സോ വാട്ട് ഇസ് ബുക്ക് കീപ്പിംഗ്? ബുക്ക് കീപ്പിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ് ഇൻ എ ബിസിനസ് വിച്ച് ആർ ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇസ് നോൺ ആസ് bookkeeping. What is the definition according to Carter? Bookkeeping is the science and art of recording in the books of accounts. എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്? all those business transactions that result in the transfer of money or money's worth. Hope it is clear. ഇനി നെക്സ്റ്റ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് വെർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. നമ്മൾ പറഞ്ഞു ട്രയൽ ബാലൻസ് വരെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഒരു ബുക്ക് കീപ്പറുടെ വർക്ക് എന്ന് പറയുന്നത്. ഇനി ട്രയൽ ബാലൻസ് മുതൽ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് വരെ പ്രിപ്പയർ ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ വെർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്, അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ്. After bookkeeping, an accountant can create financial reports from the information recorded by the bookkeeper. ഇപ്പോൾ ബുക്ക് കീപ്പർ ട്രയൽ ബാലൻസ് വരെ പ്രിപ്പയർ ചെയ്തു. ഇനി ആ ട്രയൽ ബാലൻസ് മുതൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് അക്കൗണ്ടൻറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണോ ബുക്ക് കീപ്പർ നിർത്തിയത് അവിടെ നിന്നും ആര് തുടങ്ങുന്നു? അക്കൗണ്ടൻറ്റ് തുടങ്ങുന്നു, അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് തുടങ്ങുന്നു. അപ്പോൾ ആ ഒരു ട്രയൽ ബാലൻസിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ അതുവരെ പ്രിപ്പയർ ചെയ്ത ആ ഒരു ഡോക്യുമെൻറ്റ്സിൻ്റെ ബേസിസിലാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അപ്പോൾ financial reports, the accountant creates financial reports from the information recorded by the bookkeeper. In next, the bookkeeper brings the books to the trial balance stage. An accountant may prepare the income statement and balance sheet using the trial balance prepared by the bookkeeper. അതായത് ട്രയൽ ബാലൻസ് വരെ ഇപ്പോൾ ഓക്കെയാണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നെക്സ്റ്റ് എന്താണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ പ്രോസസ്സാണ് അക്കൗണ്ടൻറ്റ് ചെയ്യുന്നത്. ഈ ബുക്ക് കീപ്പർ പ്രിപ്പയർ ചെയ്ത ട്രയൽ ബാലൻസിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ അതുവരെ പ്രിപ്പയർ ചെയ്ത ഡോക്യുമെൻറ്റ്സിൻ്റെ ബേസിസിലാണ് അക്കൗണ്ടൻറ്റ് ബാക്കിയുള്ള ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആയ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ what will be accountancy? Accountancy എന്ന് പറയുന്നത് എന്താണ്? ആ എൻറ്റയർ സബ്ജക്റ്റിനെയാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഇറ്റ് ടെൽസ് us how to prepare the books of accounts, how to summarize the accounting information and how to communicate it to the interested parties. അതായത് ഈ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ത് ചെയ്യണം, അതെങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പ്രിപ്പയർ ചെയ്യണം എന്നതും അതെങ്ങനെ ആ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എങ്ങനെ സമ്മറൈസ് ചെയ്യണം, അതൊരു ഷോർട്ട് ഫോമിലേക്ക് ആക്കണമെന്നും അത് എങ്ങനെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും പറയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. So what is accountancy? Accountancy tells us how to prepare the books of accounts, how to summarize all those accounting information and how to communicate it to the interested users. Okay, in simple way, accountancy means എന്താണ്, bookkeeping plus accounting ആണ് accountancy എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ the entire subject is known as accountancy. Clear? Bookkeeping എന്ന് പറയുമ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടുകൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതെങ്കിൽ എൻറ്റയർ സബ്ജക്റ്റിനെയാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. Next, which are the differences between bookkeeping and accounting? Accountingും bookkeeping തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? First, it involves recording, posting to ledger and preparing trial balance. നമ്മൾ പറഞ്ഞു ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ ട്രയൽ ബാലൻസ് വരെയുള്ള പ്രിപ്പറേഷനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന ആ ഒരു പ്രോസസ്സിൽ ഉൾപ്പെടുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് റെക്കോർഡിംഗ്, പോസ്റ്റിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് അപ് ടു ട്രയൽ ബാലൻസ്. From trial balance only, an accountant prepares. So, preparation of financial accounts, analyzing and interpreting is done in the process of accounting. Trading and profit and loss account, balance sheet, അങ്ങനെയുള്ള financial statements prepare ചെയ്യുന്നതാണ് accounting. Now the next one is bookkeeping എന്ന് പറയുന്നത് ഒരു പ്രൈമറി സ്റ്റേജ് ആയിട്ട് പറയാം. കാരണം ട്രയൽ ബാലൻസ് വരെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ബുക്ക് കീപ്പർ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ പ്രൈമറി സ്റ്റേജ് ആൻഡ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സെക്കൻഡറി സ്റ്റേജ്. ആൻഡ് ദ തേർഡ് ഇസ് ബേസിസ് നോക്കുകയാണെങ്കിൽ ബുക്ക് കീപ്പിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, അക്കൗണ്ടിങ്ങിന് വേണ്ട ബേസ് ആണ് ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത്. It is a base for accounting and accounting എന്ന് പറയുമ്പോൾ it is considered as the language of business. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ബിസിനസിൻ്റെ ലാംഗ്വേജ് ആണ് എന്ത്, അക്കൗണ്ടിങ് എങ്കിൽ അക്കൗണ്ടിങ്ങിന് വേണ്ട ബേസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ബുക്ക് കീപ്പിങ്ങിൻ്റെ ഫംഗ്ഷൻ. ഇനി ഇറ്റ് ഈസ് ഡൺ ബൈ ജൂനിയർ സ്റ്റാഫാണ് ബുക്ക് കീപ്പിംഗ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതായത് ആ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ജൂനിയർ സ്റ്റാഫ് ആണെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യുന്നത് ആരാണ്, ഒരു സീനിയർ സ്റ്റാഫായ അക്കൗണ്ടൻ്റ് ആണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. And the next one is financial statement. Financial statement prepare in the final accounts does not form the part of this. Final accounts എന്ന് പറയുമ്പോൾ ഏതാണ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ് ഫൈനൽ അക്കൗണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പം ഇതിൻ്റെ ഒരു ഭാഗം ആവുന്നില്ല. പക്ഷേ അക്കൗണ്ടിങ് ആണെങ്കിലോ ഫൈനൽ അക്കൗണ്ട് ആണ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഫൈനൽ അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് ഓൺ ദി ബേസിസ് ഓഫ് ബുക്ക് കീപ്പിംഗ് ഫംഗ്ഷൻ. ഇനി ഡിസിഷൻ മേക്കിംഗ് നോക്കുകയാണെങ്കിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നതിൻ്റെ ബേസിസിൽ ഡിസിഷൻ എടുക്കാൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. വെറാസ് അക്കൗണ്ടിങ് ആണെങ്കിലോ ഇറ്റ് ഈസ് ദ ബേസിസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് എങ്ങനെയാണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ബേസിസിലാണ്. സോ ദർ ഇറ്റ് ഈസ് പോസിബിൾ. ഇനി ബ്രാഞ്ചസ് നോക്കുകയാണെങ്കിൽ ബുക്ക് കീപ്പിങ്ങിന് എന്തുണ്ട്, ബ്രാഞ്ചസ് ഇല്ല. അക്കൗണ്ടിങ്ങിനാണെങ്കിലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആർ ദ 3 branches ഓഫ് അക്കൗണ്ടിങ്. So these are the difference between bookkeeping and accounting. പറയുമ്പോൾ എന്താണ്, ട്രയൽ ബാലൻസ് വരെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബുക്ക് കീപ്പിംഗ് എങ്കിൽ ട്രയൽ ബാലൻസ് മുതൽ ഫൈനൽ അക്കൗണ്ട്സ് വരെയുള്ളതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ പ്രൈമറി സ്റ്റേജ് ആണ്, ഇവിടെ സെക്കൻഡറി സ്റ്റേജ് ആണ്. ജൂനിയർ സ്റ്റാഫാണ് ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നതെങ്കിൽ സീനിയർ സ്റ്റാഫായ അക്കൗണ്ടൻ്റ് ആണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. പിന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷന് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യേണ്ട ആ ഒരു പ്രോസസ്സിന് വേണ്ട ബേസ് ആണ് ബുക്ക് കീപ്പിംഗ് ഫംഗ്ഷൻ ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഹിയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡസ് നോട്ട് ഫോം ദി പാർട്ട് ഓഫ് ബുക്ക് കീപ്പിംഗ് വെറാസ് ഫൈനൽ അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് ഓൺ ദി ബേസിസ് ഓഫ് ബുക്ക് കീപ്പിംഗ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഹിയർ
decision making is not possible. Here it is possible, and in bookkeeping there are no branches. There are 3 branches in accounting. So these are the difference between bookkeeping and accounting. Next, what is an accounting cycle? അതായത് ഏതെല്ലാം സ്റ്റേജസിലൂടെ ഏതെല്ലാം ഫേസസിലൂടെയാണ് ഒരു അക്കൗണ്ടിങ് പ്രോസസ്സ് പോകുന്നത്. ഫസ്റ്റ് എന്താണ്, ബിസിനസ്സിൽ ഉണ്ടാവുന്ന ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. സോ ദ ഫസ്റ്റ് പ്രോസസ് ഇസ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. After recording or after preparing vouchers, these transactions are recorded in a book called journal. Journal എന്ന ബുക്കിൽ എന്ത് ചെയ്യും, ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യും. സോ നെക്സ്റ്റ് ഇറ്റ് പാസസ് ത്രൂ ജേർണൽ ആൻഡ് ആഫ്റ്റർ ജേർണൽ പോസ്റ്റിംഗ് ഇസ് ഡൺ. ജേർണലിൽ നിന്നും ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് സിമിലർ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് ഡിഫറെൻറ്റ് അക്കൗണ്ട്സിലേക്കാക്കി മാറ്റുന്നതിനെയാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ലെഡ്ജർ ആൻഡ് ആഫ്റ്റർ ലെഡ്ജർ trial balance is prepared. That is, all the closing balances of the accounts are transferred into trial balance, and after trial balance what the next step is, adjustment entries will be done. അതായത് ഏതെങ്കിലും ഒരു എൻട്രീസ് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് പാസ് ചെയ്യും. ജേർണലിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് പാസ് ചെയ്യും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. അതായത് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ അക്കൗണ്ടൻറ്റ് മൊത്തം ട്രാൻസാക്ഷൻസ് ഒന്ന് accountant will go through all those transactions and he will prepare an adjustment entry, and after that he will prepare the adjusted trial balance and the adjusting entries will be done, and after that he will prepare the final account or the final financial statement. So this is the process of the accounting cycle. First, recording of transactions will be done, and after that journal, ledger, trial balance, and the adjusting entries, adjustment trial balance, the closing entries will be done, and after that financial statement will be recorded. Next topic ആണ് which are the limitations of accounting, or which are the disadvantages or which are the demerits of accounting. First, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, it records only monetary transactions and it omits the qualitative information. ഫിനാൻഷ്യൽ നേച്ചറിലുള്ള അല്ലെങ്കിൽ മണി ടേംസിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതെന്താണ്, ഒരു ലിമിറ്റേഷൻ ആണ്. ഇറ്റ് ഒമിറ്റ്സ് ദ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. അതായത് ഒരു മാനേജർ ഏറ്റവും നന്നായി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഹാർഡ് വർക്കിംഗ്, അങ്ങനെയുള്ള ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷനൊന്നും അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യില്ല. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. ഇറ്റ് വിൽ നോട്ട് കൺസിഡർ ദ ഫ്യൂച്ചർ ഡാറ്റ. അതായത് ബിസിനസ്സിൽ നടന്ന ട്രാൻസാക്ഷൻസിൻ്റെ ബേസിസിലാണ് അക്കൗണ്ടിങ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. ഫ്യൂച്ചർ ഡാറ്റയെ പറ്റി എന്ത് ചെയ്യില്ല, ചിന്തിക്കുന്നില്ല. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ ഡീമെറിറ്റ്. ആൻഡ് ദ തേർഡ് വൺ, ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. സമ്മറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന, ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് അത് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടൻറ്റിൻ്റെ ജഡ്ജ്മെൻറ്റ് അനുസരിച്ച് ഇരിക്കും. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ദി അക്കൗണ്ടൻറ്റ്. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദി ടൈം വാല്യൂ ഓഫ് മണി. അതായത് ഒരു എംപ്ലോയി എത്ര സമയം വർക്ക് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു സമയത്തിൻ്റെ വില അവിടെ കണക്കാക്കുന്നില്ല. പ്രോസസ് ഓഫ് എറേഴ്സ് ആൻഡ് മാനിപ്പുലേഷൻ. അതായത് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു വൗച്ചേഴ്സിൻ്റെ ബേസിസിലും അല്ലെങ്കിൽ സോഴ്സ് ഡോക്യുമെൻറ്റ്സിൻ്റെ ബേസിസിലുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എറർ വരാം, അതായത് തെറ്റുകൾ വരാം, അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ്, അതായത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കൃത്രിമങ്ങൾ എന്ന് പറയും, അതാണ് മാനിപ്പുലേഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള എറേഴ്സുകളും മാനിപ്പുലേഷൻസും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ദീസ് ആർ ദ ഡീമെറിറ്റ്സ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. ഫസ്റ്റ്, ഓൺലി ഫിനാൻഷ്യൽ ക്യാരക്ടർ transactions are recorded and qualitative information is ignored. And the next one is it considers only historical data, or it is historical in nature. It does not consider the financial, that is, it does not consider the future data, and it is always influenced by the personal judgment of the person who prepares it, and it doesn't consider the time value of money, and there are chances for errors and manipulations. Clear? Next we are going to study some of the basic used accounting terms. നമ്മൾ അക്കൗണ്ടിങ്ങിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസ് എന്താണെന്നും എന്താണ് അതിൻ്റെ മീനിങ് എന്നും എന്താണ്, ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു ടേംസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി സം ഓഫ് ദി ബേസിക് accounting terms.
ഫസ്റ്റ് പറയുകയാണെങ്കിൽ എൻറ്റിറ്റി. എന്താണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്? അതായത് ഇറ്റ് ഈസ് എ ബിസിനസ് എൻ്റർപ്രൈസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എൻ എൻറ്റിറ്റി? എൻറ്റിറ്റി മീൻസ് എ റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ഒരു ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യമാണ് എന്ത്? എൻറ്റിറ്റി എന്ന് പറയുന്നത്. ബിസിനസ് എൻറ്റിറ്റി മീൻസ് എ ബിസിനസ് എൻ്റർപ്രൈസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ what is an entity? Entity means a business organization or a business enterprise. Next is transactions. ഫസ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. എന്താണ് ഒരു ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ എക്കണോമിക് ഈവൻറ്റ് ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലുള്ള എക്കണോമിക് ഈവൻറ്റിനെ അല്ലെങ്കിൽ ആക്ടിവിറ്റിയെ ആണ് എന്ത് പറയുക? ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു സംഭവം, അതായത് ബിസിനസ്സിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് പറയാം? ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. ഇവിടെ പറയുന്നുണ്ട് പർച്ചേസസ്, സെയിൽസ്, സാലറി ഒക്കെ. അതായത് ഒരു ബിസിനസ്സിൽ എന്ത് ചെയ്തു? ആ ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി കുറച്ച് റോ മെറ്റീരിയൽസ് വാങ്ങി, സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്നും റോ മെറ്റീരിയൽസ് വാങ്ങി. അപ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു ഈവൻറ്റ് നടന്നു, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി അവിടെ നടന്നു. ആ ഒരു ആക്ടിവിറ്റിയെ എന്ത് പറയാം? പർച്ചേസസ് എന്ന് പറയാം. ആ പർച്ചേസസ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഈവൻ്റ് ആണ്. അതുപോലെ എന്ത് ചെയ്തു? നമ്മൾ കസ്റ്റമേഴ്സിന് സാധനം വിറ്റു. അപ്പോൾ അവിടെ എന്തായി? സെയിൽസ് നടന്നു. ആ സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റിയെ നമുക്ക് എന്ത് പറയാം? ട്രാൻസാക്ഷൻ എന്ന് പറയാം. അതുപോലെ ബിസിനസ്സിൽ വരുന്ന ഓരോ ട്രാൻസാക്ഷൻസും, സാലറി കൊടുത്തു, റെൻറ്റ് കൊടുത്തു, കമ്മീഷൻ കൊടുത്തു, ഡിസ്കൗണ്ട് കൊടുത്തു, അതൊക്കെ എന്താണ്? ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ ആണ്. അവിടെ ഒരു ബിസിനസ്സിൻ്റെതായ ഒരു ആക്ടിവിറ്റി നടന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ട്രാൻസാക്ഷൻ. Now the third one is asset. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് അസറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് ബിസിനസ്സിൻ്റെതായ റിസോഴ്സസിനെയാണ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിന് എന്തുണ്ട്? ബിൽഡിംഗ് ഉണ്ടാവും, കാർ ഉണ്ടാവും, മെഷീനറി ഉണ്ടാവും, അതുപോലെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് കമ്പ്യൂട്ടർ, അങ്ങനത്തെ സംഭവങ്ങൾ, എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും, ക്യാഷ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ബിസിനസ്സിൻ്റെതായ അസറ്റാണ്. എക്കണോമിക് റിസോഴ്സസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. അതായത് അതിൻ്റെ വാല്യൂ മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിൻ്റെതായ എക്കണോമിക് റിസോഴ്സസിനെയാണ് അസറ്റ് എന്ന് പറയുന്നത്. So what is an asset? Asset means the economic resources of an organization which can be expressed in terms of money. So these are the examples for assets. There are 4 types of assets. അതായത് tangible assets, intangible assets, wasting assets and fictitious or nominal asset. ഇതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, വേസ്റ്റിംഗ് ആൻഡ് ഫിക്റ്റീഷ്യസ് ഓർ നോമിനൽ അസറ്റ്. ഫസ്റ്റ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പം, ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ക്യാൻ ബി ടച്ച്ഡ് ഓർ സീൻ. ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ് ആർ നോൺ ആസ് ടാഞ്ചിബിൾ അസറ്റ്. നമുക്ക് തൊടാൻ പറ്റുന്നതോ കാണാൻ പറ്റുന്നതോ ആയ അസറ്റ്സിനെയാണ് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഈ ടാഞ്ചിബിൾ അസറ്റ്സ് തന്നെ 2 തരത്തിലുണ്ട്. അതായത് ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, കറണ്ട് അസറ്റ്സ് ഉണ്ട്. സോ ദ ഫസ്റ്റ് ഡിവിഷൻ ഇസ് ടാഞ്ചിബിൾ അസറ്റ്സ്. ദീസ് അസറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻടു ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ദി അസറ്റ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ ലോങ് ടേം യൂസ് ആൻഡ് ആർ നോട്ട് ലൈക്ലി ടു ബി കൺവേർട്ടഡ് ക്വിക്ലി ഇൻടു ക്യാഷ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ദീർഘകാലത്തേക്ക് ലോങ് ടേം യൂസിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന അസറ്റ്സിനെയാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അതെന്താണ്? ഈസിലി ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യില്ല. ഇറ്റ് ഈസ് മെന്റ് ഫോർ ദ ലോങ് ടേം യൂസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സോ ദോസ് അസറ്റ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ ലോങ് ടേം യൂസ് ആൻഡ് വിച്ച് ആർ നോട്ട് ലൈക്ലി ടു ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഇസ് നോൺ ആസ് ഫിക്സഡ് അസറ്റ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിസിനസ്സിലുള്ള ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ബിസിനസ്സിൻ്റെ ലാൻഡും ബിൽഡിങ്ങും എപ്പോഴും വിൽക്കുമോ? ഇല്ല, അതൊരു ലോങ് ടേം യൂസിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ബിസിനസ്സിലുള്ള എക്യുപ്മെൻറ്റ്സ്, പ്ലാന്റ്, മെഷീനറി, അതുപോലെ ഫർണിച്ചർ, ഫിറ്റിംഗ്സ്, ബുക്സ്, കമ്പ്യൂട്ടർ, വെഹിക്കിൾസ്, ലൈഫ് സ്റ്റോക്ക്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എന്താണ്? ബിസിനസ്സിൻ്റെ ഫിക്സഡ് അസറ്റ് ആണ്. അതായത് ബിസിനസ്സിൻ്റെ ലോങ് ടേം യൂസിന് വേണ്ടി വാങ്ങിയിട്ടുള്ള അസറ്റുകളെയാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യാഷ് ആൻഡ് അതർ അസറ്റ്സ് ദാറ്റ് ആർ എക്സ്പെക്റ്റഡ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഇയർ.
ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിനെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അതായത് ക്യാഷ് ആവാം അല്ലെങ്കിൽ മറ്റ് അസറ്റ്സിൻ്റെ ടൈപ്പിലായിരിക്കാം. അത് എന്ത് ചെയ്യും? വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഇയർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ്, അതുപോലെ ബാങ്ക് അക്കൗണ്ടിലുള്ള ക്യാഷ് അറ്റ് ബാങ്ക്. ബിസിനസ്സിന് ആരെങ്കിലും ക്യാഷ് ഇങ്ങോട്ട് തരാനുണ്ടെങ്കിൽ, അതായത് ബിസിനസ്സിൻ്റെ ഡെപ്റ്റേഴ്സ്, അതുപോലെ ബിൽസ് റിസീവബിൾ, എന്തെങ്കിലും ബില്ലുകൾ നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇഷ്യൂ ചെയ്ത ബില്ല് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബിസിനസ്സിൽ പഠിക്കും. ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, അതൊക്കെ പഠിക്കും. ഇപ്പോൾ ബിൽസ് റിസീവബിൾ എന്ന് പറയുമ്പം നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബിൽസ് റിസീവബിൾ ഉണ്ട്. മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഏതെങ്കിലും വേറൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു ഷെയറിന് പറയുന്നതാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അതായത് വിൽക്കാൻ പറ്റുന്ന സെക്യൂരിറ്റീസ് എന്നുള്ളത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ്സിനെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെതായ ലോങ് ടേം യൂസിലേക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ബിസിനസ്സിൻ്റെ ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, എക്യുപ്മെൻറ്റ്സ്, ഇതുപോലെ കമ്പ്യൂട്ടർ, ബുക്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് എന്ത് ബിസിനസ്സിൻ്റെ ഫിക്സഡ് അസറ്റ് ആയിട്ട് പറയുന്നത്. ഇനി കറണ്ട് അസറ്റിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് ലിക്വിഡ് അസറ്റ് എന്ന് പറയും. ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയും ലിക്വിഡ് ക്യാഷ് ഇപ്പോൾ കയ്യിലില്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞത്? ആൻ അസറ്റ് ദാറ്റ് ക്യാൻ ബി റെഡിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റിനെ എന്ത് പറയാം? ലിക്വിഡ് അസറ്റ് എന്ന് പറയാം. അതായത് ക്യാഷ് ഫോമിലുള്ള അസറ്റിനെ ലിക്വിഡ് അസറ്റ് എന്ന് പറയാം. ക്യാഷ് ഇൻ ഹാൻഡ് ആവാം, ക്യാഷ് അറ്റ് ബാങ്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഒക്കെ എന്താണ്? ലിക്വിഡ് അസറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുമ്പം ടാഞ്ചിബിൾ അസറ്റ് മീൻസ് those assets which can be seen or touched. Tangible assets are divided into two, fixed asset and current asset. So is it clear now? Second division is intangible asset. That is those assets which cannot be seen and touched. കാണാനോ തൊടാനോ പറ്റാത്ത അസറ്റുകളാണ് എന്ത്? ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൻ്റെ ഗുഡ്വിൽ, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ്, കോപ്പിറൈറ്റ്, ഇതൊക്കെ എന്താണ്? കാണാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ സാധിക്കുമോ? ഗുഡ്വിൽ എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ സൽപ്പേര്. അതായത് ഒരുപാട് വർഷമായി ബിസിനസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഒരു ബിസിനസ്സിന് തേർഡ് പാർട്ടീസിൻ്റെ ഇടയിൽ, അതായത് ബിസിനസ്സിൻ്റെ പുറത്തുള്ള ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു പേരുണ്ടാവും അല്ലേ? ഒരു സൽപ്പേര് എന്ന് പറയും. ആ സൽപ്പേര് നമുക്ക് കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ക്യാൻ വി ടച്ച് ദാറ്റ്? പറ്റില്ല. അപ്പോൾ അങ്ങനെ ബിസിനസ്സിന് കാണാൻ പറ്റാത്ത എന്നാൽ ബിസിനസ്സിൻ്റെ ഒരു അസറ്റാണ് എന്ത്? ഗുഡ്വിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ്, അങ്ങനെ കോപ്പിറൈറ്റ്, ഇതൊന്നും എന്തില്ല? ബിസിനസ്സിന് കാണാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ സാധിക്കാത്ത എന്നാൽ ബിസിനസ്സിൻ്റെതായ ഒരു അസറ്റാണ് അല്ലേ? അപ്പോൾ ഇതിന് എന്ത് പറയാം? ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയാം. ഓക്കെ. ഇനി മൂന്നാമത്തെ അസറ്റാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയും. അതായത് അസറ്റ്സ് ദാറ്റ് ഹാവ് എ ലിമിറ്റഡ് ലൈഫ് ആൻഡ് ദസ് ഡിക്രീസ് ഇൻ വാല്യൂ ഓവർ ടൈം. അതായത് ഒരു ലിമിറ്റഡ് ലൈഫുള്ള, കുറച്ച് കാലത്തേക്ക് മാത്രം ലൈഫുള്ള, എന്നാൽ കാലം പോകും തോറും അതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്ന അസറ്റ്സ് ആണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയും. അതായത് നമുക്ക് കിട്ടുന്ന, അതായത് നാച്ചുറൽ റിസോഴ്സസ്, അതായത് നമുക്ക് ഭൂമിയിൽ നിന്നും കിട്ടുന്ന ആ ഒരു റിസോഴ്സസ്, ഗ്യാസ് ആൻഡ് ടിമ്പർ, അതുപോലെ മൈൻ, ക്വാറീസ്, ഓയിൽ ഫീൽഡ്, അങ്ങനെയുള്ള അസറ്റുകൾ, അതിൽ നിന്നും കിട്ടുന്നത് എന്താണ്? വേസ്റ്റിംഗ് അസറ്റാണ്. അതായത് കുറച്ച് കാലത്തേക്ക് മാത്രമേ അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ ഉണ്ടാവുള്ളൂ. ആ ഒരു കാലം അല്ലെങ്കിൽ കുറച്ച് കഴിയും തോറും അത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻ ദ വാല്യൂ ഓഫ് ഓവർ ടൈം ഇറ്റ് വിൽ ഡിക്രീസ്. അപ്പോൾ അങ്ങനെയുള്ള അസറ്റിനെയാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് ഡിവിഷൻ ആണ് ഫിക്റ്റീഷ്യസ് ഓർ നോമിനൽ അസറ്റ്സ് എന്ന് പറയും. നോമിനൽ എന്ന് പറയുമ്പോൾ എന്താ? പേരിന് മാത്രം അല്ലെങ്കിൽ നാമമാത്രം എന്ന് പറയുന്നതാണ് ഫിക്റ്റീഷ്യസ് അല്ലെങ്കിൽ നോമിനൽ അസറ്റ്സ്. Fictitious assets which are not assets actually, they are expenses and losses shown on the asset side of the balance sheet. ഈ ഫിക്റ്റീഷ്യസ് അസറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ആക്ച്വലി ഇത് അസറ്റ് അല്ല, പക്ഷേ അസറ്റായിട്ട് കണക്കാക്കുന്ന അസറ്റുകളാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഇതെന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിൻ്റെ, ഇത് ആക്ച്വലി എക്സ്പെൻസുകളാണ്, പക്ഷേ ഈ എക്സ്പെൻസുകൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ അസറ്റായിട്ടാണ് കണക്കാക്കുക. അത് ഏതൊക്കെ അസറ്റുകളാണ് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുമ്പം പ്രിലിമിനറി എക്സ്പെൻസസ്,
അതായത് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് വരുന്ന ചിലവുകൾ. അതെന്താണ്? ബിസിനസ്സിൻ്റെതായ എക്സ്പെൻസ് അല്ല, അതായത് അതിനെ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയും. അപ്പോൾ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ചിലപ്പം പ്രൊമോട്ടേഴ്സിന് കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആധാരം എഴുതുന്ന ആൾക്കാർക്ക് അണ്ടർ റൈറ്റേഴ്സിന് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ചിലവുകളൊക്കെ എന്താണ്? അത് അപ്പോൾ ഒരു ചിലവാണെങ്കിലും പിന്നീട് ബിസിനസ്സിന് ലാഭമാകുന്ന അല്ലെങ്കിൽ ബിസിനസ്സിന് ഒരു അസറ്റായി കണക്കാക്കാവുന്ന, അതായത് ആ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, ബിസിനസ്സിന് അതൊരു നല്ലൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അത് ഒരു പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുമ്പം ഇത് ഫിക്റ്റീഷ്യസ് അസറ്റ്സിലാണ് പെടുക. ആക്ച്വലി അത് എക്സ്പെൻസ് ആണെങ്കിലും ബിസിനസ്സിൽ അതെന്താണ്, ഇങ്ങനെയുള്ള അസറ്റുകൾ എന്താണ്, ഒരു അസറ്റായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, സോ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, അതുപോലെ അണ്ടർ റൈറ്റിംഗ്, കമ്മീഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താണ്, ഫിക്റ്റീഷ്യസ് അസറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ് അല്ലെങ്കിൽ നോമിനൽ അസറ്റ് എന്ന് പറയുമ്പം അത് എക്സ്പെൻസ് ആണെങ്കിലും ബിസിനസ്സിൻ്റെതായ അസറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. വിച്ച് ആർ നോട്ട് അസറ്റ്സ് ആക്ച്വലി, ദേ ആർ എക്സ്പെൻസസ് ആൻഡ് ലോസസ് വിച്ച് ഇസ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. എക്സാമ്പിൾ: preliminary expenses, discount on issue of shares, underwriting, commission, etc. നെക്സ്റ്റ് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ബാധ്യത എന്ന് പറയും. എന്താണ് ബിസിനസ്സിൻ്റെ ലയബിലിറ്റീസ് അല്ലെങ്കിൽ ബാധ്യത? ലയബിലിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബിസിനസ്സിന് ചില ആൾക്കാർക്ക് എന്തുണ്ട്, ചിലരോട് ഒരു ബാധ്യത ഉണ്ടായിരിക്കും, അതായത് ചിലർക്ക് ക്യാഷ് കൊടുക്കാനുണ്ടായിരിക്കാം. അപ്പം ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് കടത്തിന് ആരുടെയെങ്കിലും കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയിരിക്കാം. അപ്പോൾ അവിടെ എന്തുണ്ട്, അവർക്ക് കുറച്ച് എമൗണ്ടിന് ലയബിൾ ആണ്, ബാധ്യസ്ഥനാണ്. ആ ഒരു ബാധ്യതയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദ എമൗണ്ട് പേയബിൾ ബൈ ദ ബിസിനസ് ഇൻ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് ബിസിനസ് കൊടുക്കാനുള്ള ആ ഒരു ബാധ്യതയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അസറ്റ് എന്ന് പറയുമ്പോൾ ആസ്തി, അതായത് ബിസിനസ്സിൻ്റെ റിസോഴ്സസിനെയാണ് അസറ്റ് എന്ന് പറയുന്നതെങ്കിൽ ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ബാധ്യത. ബിസിനസ് ആർക്കെങ്കിലും ലയബിൾ ആണെങ്കിൽ, ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം? ലയബിലിറ്റീസ് എന്ന് പറയാം. ഇനി ലയബിലിറ്റീസ് നമ്മൾ പറഞ്ഞു അല്ലേ, ബാധ്യത, അതായത് എമൗണ്ട് ഓഫ് മണി ദാറ്റ് ദ ബിസിനസ് ഓസ് ടു അതർ പാർട്ടീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ദർ ആർ ടു ടൈപ്സ് ഓഫ് ലയബിലിറ്റീസ്, ദാറ്റ് ഈസ് ഇന്റേണൽ ലയബിലിറ്റീസ് ആൻഡ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ്. ഇതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്റേണൽ ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ, ഇന്റേണൽ എന്ന് പറയുമ്പോൾ അറിയാം ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ളത്, അതായത് ഓൾ എമൗണ്ട്സ് വിച്ച് എ ബിസിനസ് എൻറ്റിറ്റി ഹാസ് ടു പേ ടു ദി ഓണേഴ്സ്. ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ലയബിലിറ്റി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്റേണൽ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദാറ്റ് എമൗണ്ട് വിച്ച് ദ ബിസിനസ് ഷുഡ് ഗിവ് ടു ദി ഓണർ. ഓണർക്ക് കൊടുക്കാനുള്ള ഒരു എമൗണ്ട് ആണ് ഇന്റേണൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ദ എമൗണ്ട് വിച്ച് ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ഓണർ ടു ദ ബിസിനസ് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ എന്തുണ്ട്, ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്യാപിറ്റൽ കൊണ്ട് ബിസിനസ് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റിന് ഓണർ എന്താണ്, ബാധ്യസ്ഥനാണല്ലേ, അതായത് അത് കൊടുക്കാൻ ബിസിനസ് ഇസ് ലയബിൾ. അപ്പോൾ ഇന്റേണൽ ലയബിലിറ്റി എന്ന് പറയുമ്പം ഓണേഴ്സിന് കൊടുക്കാനുള്ള ലയബിലിറ്റി, അതായത് ക്യാപിറ്റൽ ആവാം. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുമ്പം ബിസിനസ്സിലുണ്ടായ പ്രോഫിറ്റ് അത് കൂടിയിട്ട് അക്യുമുലേറ്റ് എന്ന് പറയുമ്പം അത് ആഡ് ചെയ്ത് വരിക എന്നാണ് അർത്ഥം. അപ്പോൾ ബിസിനസ്സിൽ പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള പ്രോഫിറ്റ് കുമിഞ്ഞു കൂടുന്നതിന് അതിന് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയാം. അതെന്താണ്? ഇന്റേണൽ ലയബിലിറ്റി ആണ്, ഓണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ആണ്. രണ്ടാമത്തെ ഡിവിഷനാണ് എക്സ്റ്റേണൽ ലയബിലിറ്റി, അതായത് ഓൾ എമൗണ്ട് വിച്ച് എ ബിസിനസ് എൻറ്റിറ്റി ഹാസ് ടു പേ ടു ഔട്ട്സൈഡേഴ്സ്. ഔട്ട്സൈഡേഴ്സിന് ബിസിനസ് കൊടുക്കാനുള്ള ആ ഒരു എമൗണ്ടിനെയാണ് എക്സ്റ്റേണൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേണൽ ലയബിലിറ്റി തന്നെ രണ്ട് തരത്തിലുണ്ട്, അതായത് കറണ്ട് ലയബിലിറ്റി ഉണ്ട്, നോൺ കറണ്ട് ലയബിലിറ്റി ഉണ്ട്. ദ ലയബിലിറ്റീസ് ആർ ഡിവൈഡഡ്, എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആർ ഡിവൈഡഡ് ഇൻടു ടു, കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് non-current liabilities. That is, short-term liability is known as current liability and long-term liability is known as non-current liability. ഇനി ഫസ്റ്റ് ഡിവിഷൻ, അതായത് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദ എമൗണ്ട് ഡ്യൂ ടു ബി പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് വിത്തിൻ 12 months. അതായത് 12 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ കൊടുക്കേണ്ട ലയബിലിറ്റീസ് ആണ് കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം ലയബിലിറ്റി എന്ന് പറയും. ആ ഒരു ഷോർട്ട് ടേം എന്ന് പറയുന്നത് 1 year ആണ്. 1 year ഉള്ളിൽ കൊടുക്കേണ്ട ആ ഒരു ലയബിലിറ്റിയെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയാം. അതായത് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കും. അതായത് ഒരു
ബാങ്കിൽ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് മാന് കിട്ടുന്ന ഒരു ഫീച്ചറാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അതായത് എത്രയാണോ എമൗണ്ട് ആ ഒരു അക്കൗണ്ടിലുള്ളത് ആ അക്കൗണ്ടിനേക്കാൾ കൂടുതൽ പിൻവലിക്കാനുള്ള ആ ഒരു റൈറ്റിനെയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തുണ്ട്, ആ ഒരു എമൗണ്ട് ബാങ്കിന് കൊടുക്കണം. അപ്പോൾ അവിടെ എന്താണ്, ഒരു ലയബിലിറ്റി അറൈസ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. അപ്പോൾ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇതൊക്കെ എന്താണ്, എക്സ്റ്റേണൽ ലയബിലിറ്റിയെ ഫസ്റ്റ് ഡിവിഷനായ കറണ്ട് അല്ലെങ്കിൽ ഷോർട്ട് ടേം ലയബിലിറ്റിക്ക് എക്സാമ്പിളാണ്. ഓക്കെ, 1 ഇയറിനുള്ളിൽ പേ ചെയ്യേണ്ട എമൗണ്ട് ആണ് ഈ പറഞ്ഞ എമൗണ്ടുകൾ. സോ ദിസ് ഈസ് ദ കറണ്ട് ലയബിലിറ്റി. സെക്കൻഡ് ഡിവിഷൻ ആണ് നോൺ കറണ്ട് അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി എന്ന് പറയുന്നത്. ദീസ് ആർ ദി ഒബ്ലിഗേഷൻസ് നോട്ട് ഡ്യൂ ഫോർ ദ സെറ്റിൽമെൻറ്റ് വിത്തിൻ 1 ഇയർ. അതായത് ഒരു വർഷത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യേണ്ടതല്ലാത്ത ഒബ്ലിഗേഷൻസിനെയാണ് നോൺ കറണ്ട് അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കറണ്ട് ലയബിലിറ്റിയിൽ പറഞ്ഞു 1 ഇയറിനുള്ളിൽ സെറ്റിൽ ചെയ്യണം. നോൺ കറണ്ട് എന്ന് പറയുമ്പം 1 ഇയറിൽ കൂടുതൽ എടുക്കും. അതായത് 1 ഇയറിൽ സെറ്റിൽ ചെയ്യേണ്ടതല്ലാത്ത ലയബിലിറ്റീസിനെയാണ് എന്ത് പറയുക, നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ലോങ് ടേം ലോൺ എടുക്കാം, ഡിബെഞ്ചറൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുക, ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ലയബിലിറ്റിയാണ്. അപ്പോൾ ലോങ് ടേം ലോൺ എടുക്കാം, ഡിബെഞ്ചറൊക്കെ ഉള്ളത് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ കറണ്ട് ലയബിലിറ്റി. നെക്സ്റ്റ് ഈസ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ഇസ് മെയ്ഡ് ബൈ ദ ഓണേഴ്സ്. ഓണേഴ്സ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ടേമിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓണേഴ്സ് എന്ത് ചെയ്യാം, ക്യാഷിൻ്റെ ഫോമിലാണെങ്കിലും ഗുഡ്സിൻ്റെ ഫോമിലാണെങ്കിലും അസറ്റിൻ്റെ ഫോമിലാണെങ്കിലും ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ഇത് ഏത് പ്രോസസ്സിലൂടെ കൊടുത്താലും, അതായത് ഏത് ടൈപ്പിൽ കൊടുത്താലും, ക്യാഷ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റിൻ്റെ ഫോമിൽ മെഷീനറി ആയിട്ടോ വെഹിക്കിളായിട്ടോ അല്ലെങ്കിൽ വേറെ എക്യുപ്മെൻറ്റ്സ് ആയിട്ടൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ എന്ത് പറയാം, ക്യാപിറ്റൽ എന്ന് പറയാം. സോ ക്യാപിറ്റൽ ഇസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ഇസ് മെയ്ഡ് ബൈ ദി ഓണേഴ്സ്. സെയിൽസ് എന്ന് പറയുമ്പോൾ എന്താ, ബിസിനസ്സിൻ്റെ സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സ് എന്ത് ചെയ്യാണ്, കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു റവന്യൂ കിട്ടുന്നതിന് ആ ഒരു പ്രോസസ്സിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ടോട്ടൽ റവന്യൂ വിച്ച് ഇസ് ഏൺ ബൈ ദ ബിസിനസ് മാൻ by providing the goods or services to the customers. That revenue is known as sales. That is, it includes the cash sales and credit sales. സെയിൽസ് തന്നെ 2 തരത്തിലുണ്ട്. അതായത് ക്യാഷ് സെയിൽസ് ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ട്. നമ്മൾ ഒരു കസ്റ്റമേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഡക്റ്റ് കൊടുത്തു. അപ്പോൾ അവരുടെ കയ്യിൽ റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് തരും അല്ലേ. അതിൻ്റെ ആ ഒരു പ്രൈസ് എത്രയാണോ ആ ഒരു പ്രൈസ് നമുക്ക് തരും. അതിനെ ക്യാഷ് സെയിൽസ് എന്ന് പറയാം. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുമ്പം അവരുടെ കയ്യിൽ ആ ഒരു എമൗണ്ട് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് തരാമെന്ന് ആ ഒരു കടത്തിന് വിൽക്കുന്നതിന് എന്ത് പറയാം, ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയാം. സോ സെയിൽസ് റെഫേഴ്സ് ടു ദ റവന്യൂ വിച്ച് ഇസ് ഇൻകേർഡ് ബൈ ദ ബിസിനസ് മാൻ from the sale of goods and services to the customers is known as sales, and the sales can be cash sales and credit sales. And the next is revenue or income. എന്താണ് റവന്യൂ എന്ന് പറഞ്ഞാൽ, അതായത് വരുമാനം അല്ലേ. The amount a businessman earns through the sales, interest received, dividend received, rent received, commission received, discount received, etc. അതായത് ഒരു ബിസിനസ്മാൻ തൻ്റെ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിനെയാണ് റവന്യൂ ഓർ ഇൻകം എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ്, എമൗണ്ട് ബിസിനസ് മാൻ ഏൺസ്, അതായത് സെയിൽസിലൂടെ ആവാം, അതായത് ആ ഒരു ബിസിനസ് മാൻ്റെ പ്രോഡക്റ്റ് വിറ്റിട്ടായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും. അതായത് ഒരു ബിസിനസ് മാൻ നിക്ഷേപിക്കുന്ന എമൗണ്ടിന് ആ ഒരു ബിസിനസ് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കും. അപ്പോൾ ഡിവിഡൻഡ് റിസീവ്ഡ്, അതുപോലെ റെൻറ്റ് റിസീവ്ഡ്, കമ്മീഷനായിട്ട് കിട്ടാം, ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടാം. അപ്പോൾ ഇങ്ങനെ ഏതെല്ലാം വിധത്തിലാണ് ഒരു ബിസിനസ് മാന് റവന്യൂ കിട്ടുന്നത് അല്ലെങ്കിൽ എമൗണ്ട് കിട്ടുന്നത്, ആ ഒരു എമൗണ്ടിനെ റവന്യൂ അല്ലെങ്കിൽ ഇൻകം എന്ന് പറയാം, അതായത് വരുമാനം. ഓക്കെ, നെക്സ്റ്റ് ഇസ് എക്സ്പെൻസസ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ചിലവ്. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന വേർഡ്സ് ആണ്, ജസ്റ്റ് പറയാണ്. അതായത്
ഇവിടെ എക്സ്പെൻസ് എന്ന് പറയുമ്പം ആ ഒരു ബിസിനസ്മാന് എന്തെല്ലാം എക്സ്പെൻസ് ബിസിനസ്സിൽ വരുന്നുണ്ടോ അതാണ് ഇവിടെ എക്സ്പെൻസ് ആയിട്ട് പറയുന്നത്. ഇവിടെ പേഴ്സണൽ എക്സ്പെൻസ് അല്ല, ബിസിനസ് എക്സ്പെൻസുകളാണ്. അപ്പോൾ എങ്ങനെയാണ്? സാലറി, എംപ്ലോയീസിന് സാലറി കൊടുക്കാം, അതുപോലെ എന്തെങ്കിലും ബിസിനസ്സിലേക്ക് വേണ്ട സ്റ്റേഷനറി പർച്ചേസ് ചെയ്യാം, അസറ്റ്സുകൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്തെല്ലാം എക്സ്പെൻസുകൾ, എന്തെല്ലാം ചിലവുകൾ വരുന്നോ അതിനെ എക്സ്പെൻസസ് എന്ന് പറയാം. അതായത് ദ എമൗണ്ട് സ്പെൻഡ് ടു ഏൺ റവന്യൂ, റവന്യൂ കിട്ടാൻ വേണ്ടി, വരുമാനം കിട്ടാൻ വേണ്ടി ബിസിനസ്മാൻ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്മാൻ എന്ത് ചെയ്യാം? ആ ഒരു ബിസിനസ് നടത്തുന്ന ബിൽഡിംഗ് വേറൊരാളുടെ ആണെങ്കിൽ അതിന് റെൻറ്റ് കൊടുക്കും. അതുപോലെ വേജസ് എന്ന് പറയുമ്പോൾ വേതനം, അതായത് ദിവസക്കൂലിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവാം, അവർക്ക് വേജസ് കൊടുക്കും. സാലറീസ് എന്ന് പറയുമ്പോൾ മന്ത്ലി ബേസിസിൽ കൊടുക്കുന്നതാണ് സാലറീസ്. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് ഓർഗനൈസേഷനിൽ വരുന്ന എല്ലാ ചെലവുകളെയും എന്ത് പറയാം? എക്സ്പെൻസസ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഇസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലാഭം അല്ലേ? അതായത് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ വിച്ച് റെപ്രസെൻറ്റ്സ് ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വരുന്ന എക്സ്പെൻസസ് കഴിച്ച് കിട്ടുന്ന ആ ഒരു എമൗണ്ടിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇൻകം കിട്ടിയതിൽ നിന്നും എന്തെല്ലാം ചിലവുകൾ വന്നിട്ടുണ്ടോ ആ ചിലവുകൾ, എക്സ്പെൻസസുകൾ ഇൻകമിൽ നിന്നും ലെസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ഇൻകം മൈനസ് എക്സ്പെൻസസ്. ക്ലിയർ? ഇൻകം മൈനസ് എക്സ്പെൻസസ് ആണ് എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോഫിറ്റ് എന്ത് ചെയ്യും? സ്വാഭാവികമായും എന്ത് ചെയ്യും? ഇറ്റ് ലീഡ്സ് ടു ദ ഇൻക്രീസ് ഇൻ ദ ക്യാപിറ്റൽ. ആ ഒരു ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ പ്രോഫിറ്റ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ലാഭമാണെന്ന്. അതായത് എക്സ്പെൻസ്, ബിസിനസ്സിൽ ഉണ്ടാവുന്ന ഇൻകമിൽ നിന്നും എക്സ്പെൻസ് ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താവും? അതായത് നേട്ടം എന്ന് പറയും. എ പ്രോഫിറ്റ് ദാറ്റ് അറൈസസ് ഫ്രം ഈവൻറ്റ്സ് ഓർ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ ഇൻസിഡൻ്റൽ ടു ബിസിനസ് സച്ച് ആസ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, വിന്നിങ് എ കോർട്ട് കേസ്, അപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് എക്സെട്ര. അതായത് ഒരു ബിസിനസ്സിൽ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് അല്ലാതെ കിട്ടുന്ന ആ ഒരു ഇൻകമാണ് ഗെയിൻ എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൽ ചിലപ്പോൾ ഒരു ഇൻസിഡൻ്റലായിട്ട് ചില സമയത്ത് മാത്രം നടക്കുന്ന ചില ട്രാൻസാക്ഷൻസ്, അതായത് ബിസിനസ്സിലെ പല ഫിക്സഡ് അസറ്റ്സുകളുണ്ട്. നമ്മൾ പറഞ്ഞു ഫിക്സഡ് അസറ്റ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഫിക്സഡ് അസറ്റുകളൊക്കെ സെയിൽ ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടുന്നത്, അത് എപ്പോഴും ഉണ്ടാവുന്നതല്ല അല്ലേ? ഫിക്സഡ് അസറ്റ് എപ്പോഴും സെയിൽ ചെയ്യോ? ഇല്ല. ഡിപ്രീസിയേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് വർഷം കഴിഞ്ഞാലൊക്കെയാണ് ഫിക്സഡ് അസറ്റ്സ് സെയിൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇൻസിഡൻ്റലായിട്ട്, അതായത് വല്ലപ്പോഴും കിട്ടുന്ന ആ ഒരു സെയിൽ, അതായത് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർട്ട് കേസ് വിൻ ചെയ്തതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഓഫ് അസറ്റിൽ വരുന്ന അപ്രീസിയേഷൻ കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്നെല്ലാം കിട്ടുന്ന ഒരു എമൗണ്ടിനെയാണ് ഗെയിൻ എന്ന് പറയുന്നത്. അത് പ്രോഫിറ്റ് അല്ല, അതെന്താണ്? ഗെയിൻ ആണ്. സോ പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞു, ഗെയിൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ ഇൻകം. ബിസിനസ്സിലെ എക്സ്പെൻസ് കൂടുക, ഇൻകം കുറയുക, അപ്പോൾ എന്തുണ്ടാവും? ലോസ് ഉണ്ടാവും. സോ ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ലോസ്. ദാറ്റ് ഈസ് ലോസ് ഇസ് ഈക്വൽ ടു expenses minus income. The excess of expenses over revenue in an accounting year which represents a reduction in capital. അപ്പോൾ അങ്ങനെ നഷ്ടം സംഭവിക്കുമ്പോൾ എന്തുണ്ടാവും? Definitely the capital will also reduce. So loss refers to the reduction in the capital, that is the excess of expenses over revenue in an accounting year. ഇനി ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് അറിയുന്നതാണ്. What is discount? Discount means the deduction in the price of the goods sold. അതായത് ഒരു ബിസിനസ്മാൻ വിൽക്കുന്ന പ്രോഡക്ട്സിൽ എന്തെങ്കിലും ഡിഡക്ഷൻ വരുത്തുക, ഒരു കുറവ് വരുത്തിയിട്ട് കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഡിസ്കൗണ്ട് തന്നെ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുക, ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യുന്ന പ്രോഡക്ട്സിൽ വരുത്തുന്ന ഡിഡക്ഷൻ, ദാറ്റ് ഇസ് ഡിഡക്ഷൻ ഇൻ ദ price of the goods sold to the customers. It is known as discount, and this discount are two types: trade discount and cash discount. Next is voucher. നമ്മൾ പറഞ്ഞു സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് വൗച്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു ട്രാൻസാക്ഷൻ ബിസിനസ്സിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈസിൻ്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്തു? കുറച്ച് ഗുഡ്സ് വാങ്ങി. അപ്പോൾ എന്ത് ചെയ്യും? അവർക്കൊരു ക്യാഷ് റെസിപ്റ്റ് പോലെ എന്ത് ചെയ്യും? ഒരു വൗച്ചർ കൊടുക്കും. അതിലെന്തുണ്ടാവും? ഇന്ന ആളിൽ നിന്നും ഇത്ര രൂപ എമൗണ്ട് വാങ്ങി എന്ന് പറഞ്ഞ് ആ ഒരു
എമൗണ്ട് ഇവിടെ എഴുതും. ഇതിന് ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെൻറ്റിനെയാണ് വൗച്ചർ എന്ന് പറയുന്നത്. ദ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. അതായത് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് വേണം അല്ലേ. അറിയാം ഒരു ട്രാൻസാക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എ ഡോക്യുമെൻ്ററി എവിഡൻസ് ആൻഡ് ദിസ് ഡോക്യുമെൻ്ററി എവിഡൻസ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് വൗച്ചേഴ്സ്, ഇൻവോയ്സസ്, ക്യാഷ് മെമ്മോ, ക്യാഷ് റെസിപ്റ്റ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു വൗച്ചർ എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. ആ വൗച്ചറിൻ്റെ ബേസിസിലാണ് ജേർണൽ പ്രിപ്പയർ ചെയ്യുന്നതും ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നതും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് വേണം. ദാറ്റ് ഡോക്യുമെൻ്റ് ആവാം, ക്യാഷ് റെസിപ്റ്റ് ആവാം, വൗച്ചേഴ്സ് ആവാം, ഇൻവോയ്സ് ആവാം, അങ്ങനെയുള്ള പല എവിഡൻസ് ആവാം. ഓക്കെ, സോ ദാറ്റ് ഈസ് വൗച്ചർ. ഇനി ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ബിസിനസ്സിലെ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ദ കമ്മോഡിറ്റീസ്, പ്രോഡക്ട്സ്, ആർട്ടിക്കിൾസ് ഓർ തിങ്സ് ഇൻ വിച്ച് എ ട്രേഡർ ഡീൽസ്. അതായത് ഓരോ ബിസിനസ്സിനും ഗുഡ്സ് വ്യത്യാസമായിരിക്കും. ഒരു സ്റ്റേഷനറി ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, ബുക്സ്, പെൻ, പേപ്പർ അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും അവിടുത്തെ ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരു മൊബൈൽ ഷോപ്പാണെങ്കിൽ മൊബൈൽ ആക്സസറീസ് അല്ലെങ്കിൽ അതുപോലെ ഈ ലാപ്ടോപ്പ്, ടാബ്ലറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കാം അവിടുത്തെ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കൺസേണും ഏതാണോ, ഓരോ എൻ്റർപ്രൈസസും ഏതാണോ അതിൻ്റെ ബേസിസിലായിരിക്കും ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ദ കമ്മോഡിറ്റീസ്, പ്രോഡക്ട്സ് ഓർ ആർട്ടിക്കിൾസ് ഓർ തിങ്സ് വിച്ച് എ ട്രേഡർ ഡീൽസ്. ആ ഒരു ട്രേഡർ ഡീല് ചെയ്യുന്ന ഓരോ കമ്മോഡിറ്റീസും ഓരോ പ്രോഡക്ട്സും ഓരോ ആർട്ടിക്കിൾസിനെയുമാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ വിത്ഡ്രോ, അതായത് പിൻവലിക്കുന്നത്. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ അസറ്റ്സ് വിത്ഡ്രോൺ ബൈ ദി ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ഒരു ബിസിനസ്സിൻ്റെ ഓണർ തൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ബിസിനസ്സിൽ നിന്നും വിത്ഡ്രോ ചെയ്യുന്ന എന്തൊക്കെയാവാം, ക്യാഷ് ഫോമിലാവാം, അസറ്റ് ഫോമിലാവാം, അങ്ങനെ വിത്ഡ്രോ ചെയ്യുന്ന എല്ലാ അസറ്റിനെ ആ ഒരു എമൗണ്ടിനെയാണ് എന്ത് പറയുക, ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡ്രോയിങ്സ് റെഫേഴ്സ് ടു ദ എമൗണ്ട് വിച്ച് ഈസ് വിത്ഡ്രോൺ ബൈ ദി ഓണർ. ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ അസറ്റ്സ് ഓർ എനിത്തിങ്. ദാറ്റ് ഈസ് വാട്ട് എവർ തിങ്സ് ദ ഓണർ വിത്ഡ്രോസ് ഫ്രം ദ business for his personal use, that is known as drawings. The next is purchase. പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്നതാണ്. ദിറ്റ് ഈസ് ദ എക്സ്പെൻസ് ഇൻകേർഡ് ഫോർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ഇൻ എ ബിസിനസ്. ഒരു ബിസിനസ്സിലേക്ക് വേണ്ട ഗുഡ്സ് ഇൻകർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, വാങ്ങിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പർച്ചേസസ് എന്ന് പറയുന്നത്. പർച്ചേസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്, അതൊരു ചിലവാണ്. എങ്ങനെയാണ്, ഒരു ഗുഡ്സ് ബിസിനസ്സിലേക്ക് വേണ്ട ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ വരുന്ന ഒരു ചിലവിനെയാണ് പർച്ചേസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ക്യാഷ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ്. ക്യാഷിന് വാങ്ങിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കടത്തിന് വാങ്ങിക്കാം. അപ്പോൾ ദീസ് ആർ ദ ടു ടൈപ്സ് ഓഫ് പർച്ചേസസ്, ക്യാഷ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ്. നമ്മൾ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്തു, കുറച്ച് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗുഡ്സ് വാങ്ങി, അപ്പോൾ അതിനെ പർച്ചേസസ് എന്ന് പറയും. ഇനി നമുക്ക് എന്തെങ്കിലും ഡിഫക്റ്റുകൾ തോന്നി, ആ ഒരു പ്രോഡക്റ്റിന് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച അത്രയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു റിസൾട്ട് ഇല്ല എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും, ഈ വാങ്ങിച്ച പ്രോഡക്ട്സിൽ നിന്നും കുറച്ച് പ്രോഡക്ട്സ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ വാങ്ങിച്ച പ്രോഡക്ട്സ് സപ്ലയർക്ക് തിരികെ കൊടുക്കും. അതിനെ എന്ത് പറയാം, പർച്ചേസസ് റിട്ടേൺ എന്ന് പറയാം. ക്ലിയർ ആയോ? നമ്മൾ സപ്ലയറെ കയ്യിൽ നിന്നും വാങ്ങിച്ച ആ ഒരു ഗുഡ്സ് തിരിച്ച് സപ്ലയർക്ക് തന്നെ കൊടുക്കുകയാണ്. അതായത് ബിസിനസ് ആണ് കൊടുക്കുന്നത്. ബിസിനസ് വാങ്ങിച്ച ഗുഡ്സ് ബിസിനസ് തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ അതിനെ എന്ത് പറയാം, പർച്ചേസസ് റിട്ടേൺ എന്ന് പറയാം. സെയിൽസ് എന്ന് പറയുമ്പോൾ, സെയിൽസ് റിട്ടേൺ എന്ന് പറയുമ്പം കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിയ പ്രോഡക്ട്സ് എന്ത് ചെയ്യും, കസ്റ്റമേഴ്സ് ചില സമയത്ത് നമുക്ക് തന്നെ തിരിച്ചു തരും, റിട്ടേൺ തരും. അതിനെ സെയിൽസ് റിട്ടേൺ എന്നും പറയും. ക്ലിയർ? ഇനി സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അൺസോൾഡ് ഗുഡ്സ് ഓർ റോ മെറ്റീരിയൽസ് ഓർ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ. നമ്മൾ സാധാരണ അക്കൗണ്ടിങ് ഇയർ എന്താണ്, 1 ഇയർ ആണ്. അപ്പോൾ ആ ഒരു 1 ഇയറിൻ്റെ എൻഡ് ആവുമ്പോൾ ബിസിനസ്സിലുള്ള സ്റ്റോക്ക്, വിൽക്കാതെ കിടക്കുന്ന സ്റ്റോക്ക്, അതാണ് അൺസോൾഡ് ഗുഡ്സ്. അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ആവാം, അതും അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് പകുതി വർക്ക് കഴിഞ്ഞ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സുകൾ. അങ്ങനെയുള്ള സെമി ഫിനിഷ്ഡ് ഗുഡ്സിനെ എന്ത് പറയാം, സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി എന്ന് പറയാം. Okay, so stock or inventory refers to the unsold goods or raw materials or semi-finished goods at the end of accounting year. The closing stock ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പം ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഓപ്പണിങ്ങിൽ
എൻ്റർ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റോക്കിൻ്റെ എമൗണ്ട് ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ ലാസ്റ്റിൽ എൻഡിൽ വരുന്ന എത്രയാണോ സ്റ്റോക്കിൻ്റെ എമൗണ്ട് അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഡെപ്റ്റർ ഓർ അക്കൗണ്ട്സ് റിസീവബിൾ. ഡെറ്റർ എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മളിൽ നിന്നും, അതായത് ബിസിനസ്സിലേക്ക് എമൗണ്ട് ക്യാഷ് തരേണ്ട ആൾക്കാരെയാണ് ഡെറ്റർ എന്ന് പറയുന്നത്. അതായത് ദ പേഴ്സൺ ഹു ഓസ് മണി ടു ദ ബിസിനസ്, ബിസിനസ്സിന് പണം കൊടുക്കാനുള്ള ആൾക്കാരാണ് ഡെറ്റേഴ്സ് എങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രെഡിറ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുമ്പോൾ ബിസിനസ് ആർക്കെങ്കിലും എമൗണ്ട് കൊടുക്കാനുണ്ടോ അവരെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ദാറ്റ് ഈസ് ദ പേഴ്സൺ ടു ഹൂം ദ ബിസിനസ് ഓസ് മണി. ബിസിനസ് അങ്ങോട്ട് കൊടുക്കാനുള്ളവരെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം, ബിസിനസ്സിന് ഇങ്ങോട്ട് തരാനുള്ളവരെ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയാം. ക്രെഡിറ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് പേയബിൾ. So these are the things that we have studied in today's class, that is the characteristics, accounting cycle, the limitations and the different phases or the stages in the accounting and some basic accounting. So hope you understood today's class. If you have any doubt, you can contact me. See you with another topic in the next class. Thank you.